നമുക്ക് തളി ക്ഷേത്രത്തിലേക്ക് പോകാം. കോഴിക്കോട്ടെ പ്രസിദ്ധമായ തളി ക്ഷേത്രത്തിലേക്ക് പോകാം. തിരുവോണാഘോഷത്തിൽ കോഴിക്കോട് നാടും നഗരവും രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിൽ വലിയ മഴയാണ് എന്നുള്ളതാണ് അല്ലേ. മഴ എന്ന് പറയുന്നത് നമുക്ക് അല്പമൊന്ന് നിരാശ നൽകുന്നതാണ്. എന്തായാലും കോഴിക്കോട്ടെ തിരുവോണ വിശേഷങ്ങളുമായി തളി ക്ഷേത്ര പരിസരത്ത് നിന്ന് അനഘ ഹർഷനാണ് ചേർത്തത്. അനഘ, രാവിലെ തിരുവോണ പുലരിയാണ്. ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ തിരുവോണ ദിനാശംസകൾ നമ്മുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? അനിൽ നമ്പ്യാർ, രാഖി, രണ്ടുപേർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് തളി മഹാദേവന്റെ ക്ഷേത്ര പരിസരത്താണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ ഇവിടെ കനത്ത മഴയാണ്. ഇന്ന് രാവിലെയും അതിശക്തമായ മഴ തുടരുകയായിരുന്നു. ഇപ്പോഴാണ്, ഈ സമയത്താണ് ഒരല്പം മഴയ്ക്ക് ശമനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷങ്ങൾക്കൊരു മഴ അല്പം മങ്ങലേൽപ്പിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ശക്തമായ മഴ, നഗരത്തിലൊക്കെ തന്നെ വെള്ളക്കെട്ട് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും ഈ ഓണനാളിൽ ഈ തളി ക്ഷേത്ര പരിസരത്ത് വലിയ തിരക്ക്. ആ ക്യൂ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ആൽമരമുണ്ട്, ആ ആൽമരവും കഴിഞ്ഞ് ക്യൂ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വലിയ രീതിയിൽ തിരക്ക് കുറവാണ്. മഴ തന്നെയാണ് കാരണം. പക്ഷേ തിരുവോണ ആഘോഷങ്ങൾക്ക് ഒരു കുറവും എന്തായാലും ഈ കോഴിക്കോട് ഉണ്ടാവില്ല. ഈ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷമായിരിക്കും ഈ ഓണാഘോഷത്തിലേക്ക് പൂവിടുന്നത്, സദ്യവട്ടങ്ങൾ ഒരുക്കുന്നത്, അതിലേക്കൊക്കെ കടക്കുക എന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടെ വന്നിരിക്കുന്നവരോട് ഓണ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെയായി, സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞോ എന്നൊക്കെ അറിയാനുണ്ട്. എന്നാലും ഓണക്കോടിയൊക്കെ എടുത്ത് ആണ് ആളുകൾ ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തിയത്. നമ്മുടെ കുറേ പേർ ഇപ്പോഴും എത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇവരോട് ഈ ഓണവിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. സദ്യവട്ടങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പല വീട്ടമ്മമാരുമുള്ളത്. എങ്ങനെയുണ്ട് ഓണാഘോഷം? സൂപ്പറായിരുന്നു. സദ്യയൊക്കെ തയ്യാറാക്കുക ഒരുക്കം തുടങ്ങിയോ? ഇല്ല, അമ്പലത്തിൽ തൊഴുതിട്ട് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഇന്നെന്താ പരിപാടി? എന്താ സ്പെഷ്യലായി പൂവിടണം, സദ്യ, പിന്നെ വീട്ടില് ഗസ്റ്റൊക്കെ വരും. എല്ലാ വർഷവും തളിയിൽ എത്താറുണ്ടോ ഓണ ദിവസം? ഇല്ല, എല്ലാ വർഷവും എത്തല്ല. ഈ പ്രാവശ്യം എന്തായാലും തളിയിൽ വന്ന് തൊഴണമെന്നൊരു ആഗ്രഹം. അത് തന്നെയാണ്. ഒരു കുട്ടിയുണ്ട്. ഇത് ഓണക്കോടിയാണോ? എങ്ങനെയുണ്ട് ഓണം? പൂ കെട്ടിട്ടാണോ അമ്പലത്തിലേക്ക് വന്നേ? പൂവിട്ടിട്ടില്ല. പോയിട്ട് പൂവിടണം അല്ലേ? എന്താ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? സാമ്പാർ. സദ്യയിൽ സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് കുട്ടി പറയുന്നത്. പക്ഷേ ഈ മലബാറിനെ സംബന്ധിച്ച് അനിൽ നമ്പ്യാർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൂശനിയിലെ ചോറും 4 കൂട്ടം കറികളും ഒക്കെ 2 കൂട്ടം പായസവും ഒക്കെ ഉണ്ടെങ്കിലും ആ ഇലയുടെ തുമ്പത്ത് ഒരു മീൻ പൊരിച്ചതോ ഒരു നോൺ വെജ് ഐറ്റം എന്തായാലും ഉണ്ടാകും എന്നതാണ് ഇവിടെയുള്ള ഈ മലബാറിൻ്റെ ഓണത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. മാത്രമല്ല, ഇന്നത്തെ ദിവസം 10 തരം പൂക്കൾ പല വീടുകളിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കുറച്ച് ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ 10 ചെമ്പരത്തി ഉണ്ടാകും. ഈ 10ാം ദിവസം, ഒന്നാം ദിവസം 1 ചെമ്പരത്തി, 2ാം ദിവസം 2 ചെമ്പരത്തി, അങ്ങനെ 10 ചെമ്പരത്തിയും 10 നിറങ്ങളുള്ള പൂക്കളവുമായിരിക്കും എന്തായാലും ഉണ്ടാവുക. എന്നാലും ഇവിടെ മുല്ലപ്പൂ കച്ചവടം തകൃതിയായി നടക്കുന്നു. നമുക്ക് ചേട്ടനോട് എങ്ങനെയുണ്ട് ഓണാഘോഷം? എങ്ങനെയുണ്ട്? സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞോ? ഇനി പോയിട്ട് വേണോ പൂക്കളിട്ടോ? ഇല്ല, പൂക്കളിട്ടില്ല, പോയിട്ട് വേണം. അത് തന്നെയാണ് രാഖി, പലർക്കും പോയിട്ട് വേണം. ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം പോയിട്ട് വേണം പൂക്കളം ഒരുക്കാൻ. കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണല്ലേ. അതെ അതെ അതെ. നേരത്തെ അനഘ പറഞ്ഞതുപോലെ മലബാറുകാരുടെ ഓണം, അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോൺ വെജ് നിർബന്ധമാണ്. എങ്ങനെയാണ് ചേട്ടാ നിങ്ങളുടെ വീട്ടിലൊക്കെ? എൻ്റെ വീട്ടിലൊന്നും നോൺ വെജ് നമ്മൾ ഉൾപ്പെടുത്താറില്ല. പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെയായിരുന്നു, നമുക്ക് നോൺ വെജ് മസ്റ്റായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. സസ്യ ബുക്കുകൾ തന്നെയാണ് ഓണ ദിവസം